നടിയും അവതാരകയുമായ പേളി മാണിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. പേളിക്കെതിരെ ഒരു നടി തന്നെ ആരോപണം ഉന്നയിച്ചതോടെ വ്യാപകമായ രീതിയിൽ പേളിയും ഭർത്താവ് ശ്രീനിഷ് അരവിന്ദും പരിഹസിക്കപ്പെട്ടു. ഇതുവരെ ഉണ്ടായ വിവാദങ്ങൾക്കിടയിൽ തനിക്ക് ലഭിച്ച ഒരു അംഗീകാരത്തെപ്പറ്റി തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പേളി മാണി രംഗത്തെത്തിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് തനിക്ക് നേടിയെടുക്കാൻ കാരണക്കാരനായത് തന്റെ ഭർത്താവ് ശ്രീനിഷ് ആണെന്നും പേളി തുറന്നു പറയുന്നുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനെ കുറിച്ചായിരുന്നു പേളി മാണിയുടെ തുറന്നു പറച്ചിൽ. 10 പ്രമുഖരടങ്ങുന്ന ലിസ്റ്റിൽ 9ാമത്തേതാണ് പേളി മാണി. മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട ഏക വനിതയും പേളിയാണെന്ന് പ്രത്യേകത കൂടിയുണ്ട്. 2025ലേക്ക് അടുക്കുമ്പോൾ ഈ അംഗീകാരം ലഭിച്ചതിൽ താൻ അങ്ങേയറ്റം സന്തോഷവതിയാണെന്നും പേളി വെളിപ്പെടുത്തി. കഴിഞ്ഞ നവംബർ ഞങ്ങൾക്ക് ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. മാത്രമല്ല, ഈ ഒരു ലിസ്റ്റിൽ എന്റെയും എന്റെ പ്രിയപ്പെട്ട ചില ക്രിയേറ്റേഴ്സിന്റെയും പേരുണ്ടെന്നത് എനിക്കും ശ്രീനിക്കും വലിയൊരു ആശ്വാസം തന്നെയാണ്. പതിയാണെങ്കിലും ഞങ്ങൾ ശരിയായ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്റെ ഭർത്താവ് ശ്രീനിഷ് അരവിന്ദിനോടാണ് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കുന്നത്. കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ ചാനലിന്റെ ആത്മാവ് തന്നെ. ഒപ്പം പേളി പ്രൊഡക്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ ടീമിനും എന്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. എല്ലാ സമയത്തും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും അടക്കം എല്ലാവരുമാണ്. അവർ തന്നെയാണ് എന്റെ കുടുംബവും. മലയാളത്തിൽ നിന്നുള്ള ബാക്കി ക്രിയേറ്റേഴ്സിനോട് ഇത് നമ്മുടെ നാടിന്റെ ശക്തി കാണിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ തന്നെ ദേശീയ തലത്തിലേക്ക് പോകുന്നതിന് ഭാഷയൊരു തടസ്സമല്ലെന്നും ഇത് തെളിയിക്കുന്നു. ഈ നിമിഷത്തിൽ എന്റെ സ്വപ്നങ്ങളാണ് ഇവിടെ കാണിക്കുന്നതെന്നും എന്റെ 12ാം ക്ലാസ് മുതൽ ഞാൻ ബോധപൂർവം എന്റെ ജീവിതത്തിന്റെ പാശ്ചാത്തല സംഗീതം പോലെ കൊണ്ടു നടക്കുന്നതാണെന്നുമൊക്കെയാണ് പേളി പറയുന്നത്. വിനോദ വ്യവസായത്തിനായി പ്രേക്ഷകരുടെ ഉൾക്കാഴ്ചകളിലും ഡേറ്റ അനലിറ്റിക്സിലും വൈദഗ്ധ്യം നേടിയ ഒരു ഇന്ത്യൻ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമാണ് ഓർമാക്സ് മീഡിയ. 2008 സ്ഥാപിതമായ കമ്പനി സിനിമ, ടെലിവിഷൻ, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ, റേഡിയോ, പരസ്യം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ആഴത്തിലുള്ള പ്രേക്ഷക ഗവേഷണം നടത്തുന്നതിനും ഉള്ളടക്കം പരിശോധന നൽകുന്നതിനും വ്യൂവർഷിപ്പ് അനലിറ്റിക്സ് നൽകുന്നതിനും അവർ അറിയപ്പെടുന്നു. മികച്ച പ്രേക്ഷക ഇടപെടലുകളിലും ബിസിനസ് ഫലങ്ങൾക്കുമായി അവരുടെ തന്ത്രങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ നിർമ്മാതാക്കളെയും നെറ്റ്വർക്കുകളെയും സൃഷ്ടാക്കളെയും സഹായിക്കുന്നതിന് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്നു. ഇതാണ് പേളി പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേളിക്കെതിരെ വൻ വിമർശനം തന്നെയായിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെയും നടന്നു വന്നിരുന്നത്. നടി മെറീന മൈക്കിളായി ബന്ധപ്പെട്ടതായിരുന്നു വിഷയം. എന്നാൽ ആ ഒരു സംഭവത്തിൽ പ്രതികരണവുമായി പേളി മാണി രംഗത്തെത്തുകയായിരുന്നു. അതേ തുടർന്ന് മെറീനയ്ക്കും വൻ സൈബർ ആക്രമണം തന്നെയാണ് പിന്നീട് നേരിടേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ അതുവരെ പേളിയെ വിമർശിച്ചവരും അവർക്ക് അനുകൂലമായി തന്നെ നിന്നു. പേളി മാണി തന്റെ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിന് വളരെയധികം മൂല്യം കൽപ്പിക്കുന്നുവെന്നും നല്ലൊരു ഭാര്യയായും നല്ലൊരു അമ്മയായും കുടുംബം നോക്കി, എന്നാൽ അതോടൊപ്പം തന്നെ ആരുടെയും അവശിഷ്ടമെടുക്കാതെ തങ്ങളുടെ ജീവിതം തന്നെ കണ്ടന്റാക്കി മുന്നോട്ട് പോയി എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായി തന്നെയാണ് പേളി ജീവിക്കുന്നു എന്നാണ് ഇവരെ അനുകൂലിച്ച് പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ഒരു ചെറിയ സങ്കടമുണ്ടായപ്പോൾ ഇരട്ടി സന്തോഷം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് പേളി മാണിയും കുടുംബവും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.